ഹായ്, എല്ലാ കൂടാതെ നമ്മുടെ ഓൾ സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല തട്ടിപ്പുകൾ മലയാളി എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്ന് പറയും പോലെ നിരവധി തട്ടിപ്പുകൾക്കാണ് മലയാളികൾ എല്ലാ ദിവസവും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ വെറുതെ ചാനലിൽ ഞാൻ കയറി നോക്കി. ആഷിഖ് തിരൂർ എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ആള് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. കുറേ കാര്യങ്ങൾ, കുറേ വീഡിയോസ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 21 ദിവസത്തേക്ക് വാട്സപ്പിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ LOA എന്ന് മാത്രമാണ് അതിൻ്റെ അകത്തുനിന്ന് മെസ്സേജ് പോവുക. അപ്പോൾ നമുക്കങ്ങനെ LOA എന്ന് മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്തതിന് ശേഷം ഞാൻ പുള്ളിയോട് ഓൺ സ്പോട്ട് തന്നെ ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചു. താങ്കൾ ബില്യണറാണോ, അതായത് കോടീശ്വരനാണോ, അതുപോലെ തന്നെ താങ്കൾക്ക് അംബാനിയേക്കാൾ പണമുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോളൂ പുള്ളിയോട്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആളെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വാട്സാപ്പിൽ എന്നെ ടോട്ടലി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിയുടെ വീഡിയോസിലൊക്കെ പറയുന്നത്, ആ പുള്ളിയുടെ നല്ല ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന എല്ലാ ഫേക്ക് ആളുകളുടെയും വീഡിയോസിൽ പറയുന്നത്, നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് പൈസ ഉണ്ടാവും, നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് പൈസ ഉണ്ടാവും, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പൈസ ഉണ്ടാവും. അഫർമേഷൻസ് എന്ന് പറയുന്ന കുറേ കമാൻഡ്സ് ഉണ്ട്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ആക്ച്വലി ഇത് വാസ്തവമാണോ? ആസ് പെർ വിക്കിപീഡിയ, ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ് നമ്മൾ വിക്കിപീഡിയ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വിക്കിപീഡിയയുടെ ഒരു ബേസ് കൺസെപ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിക്കിപീഡിയ പറയുന്നത് ഒരു കപടശാസ്ത്രമാണെന്നാണ്. എന്ത്? നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അതൊരു കപടശാസ്ത്രമാണ്. പിന്നെ നമ്മളുടെ ചുറ്റിലും എനർജീസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൈബ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജീസ്. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്യും, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ എത്ര സന്തോഷമായിട്ട് പോയാലും നമ്മൾ അവിടുന്ന് ഭയങ്കര മൂഡൗട്ടായിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ എനർജീസ് നമ്മുടെ ചുറ്റിലുമുണ്ട്, ഇതൊക്കെ വാസ്തവമാണ്. അതുപോലെ തന്നെ പൗലോ കൊയ്ലോ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്? ഈ ഒരു കാര്യം നമ്മൾ നേടണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ അതിന് വേണ്ടിയിട്ട് നിൽക്കുമെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആരെ കുറിച്ചാണെന്ന് അറിയോ? ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു ഫോണിൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാനല്ല. ഒരു പണിക്കും പോകാതെ വീട്ടിൽ കയറി ഇരിക്കുന്നവരെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പം ജോലി ചെയ്യണം. എന്ത് കാര്യമായാലും, ഹാർഡ് വർക്കായാലും സ്മാർട്ട് വർക്കായാലും. ഇപ്പം ഞാൻ IT പ്രൊഫഷനാണ് ഞാൻ ചെയ്യുന്ന ജോലി. അപ്പം ഞാനതിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അരിമേടിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ട്രേഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൊണ്ടിട്ടാണ് ഞാൻ അരിമേടിക്കുന്നത്. അല്ലാതെ എനിക്കാരും നേരിട്ട് മേളിൽ കൊണ്ട് ഇറക്കി തന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഫർമേഷൻ ചെയ്തുകൊണ്ടോ എൻ്റെ കാര്യം നടക്കില്ല. അതുപോലെ ഈ പറഞ്ഞ ആഷിഖ് തിരൂർ, അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന അത്രയും വലിയൊരു കമ്പനിയിലെ ഒരു മാനേജർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന പൈസ കിട്ടുമെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ആ വീട്ടിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അയാൾക്ക് അത്ര കോടികളുണ്ടെങ്കിൽ അയാൾ എന്തിന് യൂട്യൂബ് ചാനൽ നടത്തണം? അയാൾ എന്തിന് പണിയെടുക്കണം? അയാൾക്ക് ഈ വീട്ടിൽ പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഞാൻ അങ്ങേരുടെ പ്രൊഫൈലും അങ്ങേരെ യൂസുഫ് അലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന വലിയൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ പ്രൊഫൈലിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല. നമ്മൾ മലയാളികൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് കാരണക്കാരനായത് പുള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് അയച്ചപ്പോൾ ഒരു റിപ്ലൈ പോലും തരാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി പോലും ഇല്ലാതെ ആൾ നമ്മളെ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മറുപടി പറയാനില്ല. അതാണ് അവൻ്റെ കാര്യം. മനസ്സിലായോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അങ്ങനെ ചുമ്മാ ഇരുന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് പൈസ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾക്കത് എന്ത് ജോലിയാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അത് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങൾ കച്ചവടക്കാരനായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് ഇൻകം എത്തത്തുള്ളൂ. അതുമല്ല നിങ്ങളൊരു സെലിബ്രിറ്റി ആവുക, അങ്ങനെ എന്തും ആവട്ടെ, നിങ്ങൾ ജോലി ചെയ്യാൻ റെഡി ആവണം, നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറേ മണ്ണന്മാരുടെയും പൊട്ടന്മാരുടെയും ഇത്തരം പൊട്ടത്തരങ്ങളുടെ പിന്നാലെ പോയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറേ പൈസ കൊണ്ട് ഇറക്കിയിട്ട് അങ്ങനെയൊക്കെ കളയുന്ന കുറേ വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. അപ്പോൾ ഓൾ സൊല്യൂഷൻ എന്ന നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും ആഷിഖ് തിരൂരിനെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.